ഉപരാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് ഇന്നലെ രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, എന്തുകൊണ്ടാണ് ഉപരാഷ്ട്രപതി രാജിവെച്ചതെന്ന രീതിയിൽ കൊടുങ്കാറ്റായി മാറുകയാണ് ബ്രിട്ടാസ്. അതിൻ്റെ വല്ലതും കാര്യമുണ്ടോ? ആകെ ഉള്ളത് കനലൊരു തരിയുമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. BJPയെ വെല്ലുവിളിക്കാനുള്ള ആരോഗ്യമല്ല ഇപ്പോൾ CPM-നുണ്ടോ? അല്ല, ഒരു കാലത്ത് CPM പുലിയായിരുന്നു. ഇന്ന് പൂച്ച പോലുമല്ല. വാസ്തവം പറഞ്ഞാൽ പുലി എലിയായി എന്ന് വേണം പറയാൻ. ഈ പഴയ CPM നേതാക്കളൊക്കെ പണ്ട് നയനാരും VS-ഉം ഒക്കെ അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തും. പുലി പൂച്ചയായി, പുലി എലിയായി എന്നൊക്കെ. അതുപോലെ ഇന്നത്തെ CPM-ൻ്റെ ഇന്ത്യൻ പാർലമെൻറ്റിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്, ദയനീയമാണ്. ഒരു ഓട്ടോയിൽ കയറി പാർലമെൻറ്റിൻ്റെ മുറ്റത്ത് ചെന്ന് ഇറങ്ങാനുള്ള അത്ര MP-മാരേ ഉള്ളൂ. CPM-ന് ഇന്ന് ഉള്ള MP-മാർ അത്രയും MP-മാർ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ MP-മാർ ഇന്ന് കേരളത്തിൽ നിന്ന് BJPക്കുണ്ട്. ജയിച്ച ഒരു MP, ലോക്സഭാ സീറ്റിൽ ജയിച്ച ഒരു MP ഉണ്ട്, സുരേഷ് ഗോപി. അതുപോലെ രാജ്യസഭയിലേക്ക് നിർത്തി ജയിപ്പിച്ച ഒരാളുണ്ട്, ജോർജ് കുര്യൻ. അതുപോലെ നോമിനേറ്റഡ് ആയിട്ട് 2 പേരുണ്ട്, ഒന്ന് PT ഉഷ, അതുപോലെ തന്നെ സദാനന്ദൻ മാസ്റ്റർ. ഇത്തരത്തിൽ BJPക്ക് കേരളത്തിൽ നിന്ന് തന്നെ 4 MP-മാരുണ്ട്. CPM-ന് ആകെ ഉള്ളത് കേരളത്തിൽ നിന്ന് 3 MP-മാരാണ്. ഒന്ന് ജയിച്ച രാധാകൃഷ്ണൻ, 2 രാജ്യസഭയിൽ ഇദ്ദേഹം ജോൺ ബ്രിട്ടാസും, പിന്നെ AA റഹീമും. പിന്നെ CPI-ക്ക് ഉണ്ട് MP-മാർ. പിന്നെ ഈ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ജയിച്ചവരുണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ്റെ ദയാവായ്പിൽ ജയിച്ചു. അതുപോലെ രാജസ്ഥാനിൽ ഒരാൾ കോൺഗ്രസിൻ്റെ സഹായം കൊണ്ട് ജയിച്ചു. പക്ഷേ ഈ കോൺഗ്രസിനെ എല്ലാ കാലത്തും ചീത്ത വിളിക്കാനും കോൺഗ്രസിനെ പഴി പറയാനും ഒക്കെയാണ് ബ്രിട്ടാസ് അടക്കമുള്ള സകല MP-മാരും എല്ലായിടത്തും ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള CPM-ൻ്റെ അറിയപ്പെടുന്ന ഈ നേതാവ് പാർലമെൻറ്റിൽ ധൻഖർ എന്തിന് രാജിവെച്ചു? ധൻഖർ എന്തിന് രാജിവെച്ചു എന്ന് ധൻഖറിനോടാണ് ചോദിക്കേണ്ടത്. ധൻഖർ രാജിക്കത്ത് കൊടുത്തു. ആ രാജിക്കത്ത് രാഷ്ട്രപതി അംഗീകരിച്ചു. അദ്ദേഹം രാഷ്ട്രപതിയെ കഴിഞ്ഞ ദിവസം രാത്രി സന്ദർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ. അത് രാഷ്ട്രപതി പുറത്ത് പറഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി പുറത്ത് പറഞ്ഞാൽ കൊള്ളാം. അല്ലാതെ അതെങ്ങനെയാണ് പുറത്തറിയുക? അദ്ദേഹം വളരെ സ്വകാര്യമായിട്ട് അവിടെ ചെന്ന് രാഷ്ട്രഭവനിൽ ചെന്നു. മുൻ ഉപരാഷ്ട്രപതി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് രാഷ്ട്രപതിയെ കാണാനും രാഷ്ട്രപതിയോട് സംസാരിക്കാനുമുള്ള അവകാശമുണ്ട്. അത് അദ്ദേഹം വിനിയോഗിച്ചു. അവരവിടെ എന്താണ് സംസാരിച്ചതെന്ന് നമുക്ക് ചെന്ന് തലയിട്ട് നോക്കാൻ പറ്റില്ല. പിന്നെ ധൻഖറിനോട് എന്താണ് താങ്കൾ രാജി വെച്ചതിന് കാരണം എന്നുള്ളത് ബ്രിട്ടാസിന് നേരിട്ട് ചോദിക്കാം. ധൻഖർ പറയുമെങ്കിൽ നല്ലത്. ഈ കേന്ദ്ര സർക്കാരിനോടും BJPയോടും ഒക്കെ ഇത് ചോദിച്ചാൽ അവരെന്ത് മറുപടി പറയാനാണ്? അപ്പോൾ ഇതൊക്കെ വെറുതെ, അതായത് പാർലമെന്റിൽ ഞങ്ങളൊരു വലിയ ശക്തിയാണിപ്പോഴും, നമുക്കറിയാമല്ലോ. അല്ല, അത് പറയാൻ കഴിയില്ലല്ലേ. കൈരളിക്ക് വേണ്ടി, ദേശാഭിമാനിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരുമല്ലോ, നരേന്ദ്രമോദിയെ വിറപ്പിച്ച് ബ്രിട്ടാസ്. അമിത്ഷാ തലയിൽ മുണ്ടുവിട്ട് ഓടി, പാർലമെന്റിൽ നിന്നിറങ്ങി ഓടി. അതെ, ചോദ്യത്തിൽ വിറച്ച് ഷായും മോദിയും എന്നൊക്കെ പറഞ്ഞ് വാർത്ത ചമയ്ക്കാൻ കൊള്ളാം. വെണ്ടയ്ക്ക നിരത്താം ദേശാഭിമാനിയിൽ. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അവിടെ ഈ ബ്രിട്ടാസിനെ ഒന്നും ആരും പിണറായി വിജയനുമായി കൂടിക്കാഴ്ച. അതെ, അവിടെ ബ്രിട്ടാസിനെ ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയും സീറ്റുള്ള 39 സീറ്റിൽ ഏതാണ്ട് 35 സീറ്റെങ്ങണ്ടോ, 35-34 സീറ്റുള്ള സ്റ്റാലിനെ മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ബംഗാളിൽ നിന്ന് മമത ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു താരം തന്നെയാണ്. ആ മമതയെ BJP മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഭരണപക്ഷ ബെഞ്ച്, ട്രഷറി ബെഞ്ച് ഒരു വിലയും കൊടുക്കുന്നില്ല. അവരൊക്കെ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. പകരം മറ്റ് പല കക്ഷികളും ഉണ്ട്, അവരോട് കൃത്യമായിട്ട് സംവദിക്കുന്നുണ്ട് ഭരണപക്ഷം. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. 99 സീറ്റുള്ള കോൺഗ്രസ്സുകാരവിടെ തലയും കുത്തി നിന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് BJP അതിനെ പോലും പുല്ലുപോലെ അവഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ഈ ബ്രിട്ടാസിന് പിന്നെ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം, പണ്ട് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് 2004-2008 കാലത്ത്, 2009 മുമ്പാണല്ലോ ഇവർ പിന്തുണ പിൻവലിക്കുന്നത്. അന്ന് ഈ ആണവ കരാറിൻ്റെ പേരിലാണ് പിന്തുണ പിൻവലിച്ചത്.
അതൊന്നുമല്ല. തിരഞ്ഞെടുപ്പ് വരുന്നു, ഇനിയിപ്പോൾ നമ്മൾ രണ്ടായിട്ട് നിന്ന് മത്സരിക്കണം. ഒരുമിച്ച് നിന്ന് വോട്ട് കിട്ടില്ല, സീറ്റുകൾ ഇത്രയും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് പ്രധാന ശത്രു ആരാണ്? അത് കോൺഗ്രസും ബി ജെ പി ആണ് പ്രധാന ശത്രുവെങ്കിലും ഞങ്ങൾ കേരളത്തിൽ കോൺഗ്രസ് ആണ് ഞങ്ങളുടെ പ്രധാന ശത്രു എന്ന് പറഞ്ഞ് സി പി എമ്മിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം. അതിനുവേണ്ടി 2008 ആണവ കരാറിൻ്റെ പേരും പറഞ്ഞ് പിന്നെ പിന്തുണ പിൻവലിച്ചു. ആ പിൻവലിച്ചതിൻ്റെ ഫലമായിട്ട് 2009 ഇലക്ഷനിൽ നമ്മൾ കണ്ട കാഴ്ചയാണ്. വെറും 4 സീറ്റിലാണ് LDF CPM ജയിച്ചു വന്നത്. അതിരിക്കട്ടെ. അപ്പോൾ ഈ മൻമോഹൻ സിംഗിൻ്റെ ഭരണം നടക്കുന്ന കാലത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം. പെട്രോളിന് അന്ന് ഈ പാർട്ടി, അതായത് പെട്രോളിയം കമ്പനികൾ, അവർക്ക് വില നിർണ്ണയിക്കാനുള്ള അവകാശമില്ലായിരുന്നു. വില നിർണ്ണയ അവകാശം അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം സർക്കാർ സംവിധാനത്തിൽ അതിനൊരു പ്രത്യേക ബോഡി ഉണ്ടായിരുന്നു. അവരാണ് ആ വില വർദ്ധിപ്പിക്കുന്ന. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണത് പ്രവർത്തിച്ചിരുന്നത്. അന്ന് ഈ പെട്രോളിന്, ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് പെട്രോളിന് വില വർദ്ധിപ്പിക്കണം. പക്ഷേ ഒരു കാരണവശാലും ഇവർ സമ്മതിക്കില്ല. ഇവർ വലിയ ബഹളം കൂട്ടി. അന്ന് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 54 MP ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് ഈ 54 MP കരുത്ത് കാണിച്ച് വലിയ വെല്ലുവിളി നടത്തി ഈ പറഞ്ഞതുപോലെ സർക്കാരിനെ വരയിൽ നിർത്തി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇടതുപക്ഷം സൃഷ്ടിച്ചു. എന്നിട്ട് അത് പ്രചരിപ്പിച്ചതോ കേരളത്തിൽ, പെട്രോൾ ഞങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് പെട്രോളിൻ്റെ വില പിടിച്ചു നിർത്തിയത്, ഇല്ലെങ്കിൽ പെട്രോൾ വില വർദ്ധിപ്പിക്കും. ഈ കുത്തക കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ പെട്രോൾ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇടപെട്ട് അത് പിൻവലിപ്പിച്ചു. ഒരു CMP എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കോമൺ മിനിമം പ്രോഗ്രാം. അത് സോണിയെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആർക്കും ഭൂരിപക്ഷമില്ല, NDAക്ക് ഭൂരിപക്ഷമില്ല, UPAക്ക് ഭൂരിപക്ഷമില്ല. പറഞ്ഞതുപോലെ UPA ഒരു സംവിധാനമുണ്ട്. അന്ന് വൈകിട്ട് പറഞ്ഞതുപോലെ ഹർകിഷൻ സിംഗ് സുർജിത്ത്, CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് ബേട്ടി 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 എന്ന് വിളിച്ചുകൊണ്ട് നമ്പർ 10 ജൻപത്തിലേക്ക് ഓടിച്ചെന്നു. സോണിയയ്ക്ക് ഞങ്ങൾ സർവ്വ പിന്തുണയും നൽകുന്നു, നിങ്ങൾ തന്നെ പ്രധാനമന്ത്രി. 54 MP പിന്തുണ. ആലോചിച്ച് നോക്കണം, കേരളത്തിൽ അവർ ആർക്കെതിരെയാണ് മത്സരിച്ചത്? ആർക്കെതിരെയാണ് അവർ വിജയിച്ചത്? അവർ വിജയിച്ചത് കോൺഗ്രസിനെതിരെയാണ്. ഈ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളാണ് അവരെ വിജയിപ്പിച്ചത്. കോൺഗ്രസിനോട് മനം മടുത്ത് ജനം CPMന് വോട്ട് ചെയ്തു, LDFന് വോട്ട് ചെയ്തു, അല്ലേ? അങ്ങനെ കേരളത്തിലെ 18 സീറ്റിലും വിജയിച്ച അവർ ജനങ്ങളോട് എന്താ ചെയ്തത്? അടുത്ത നിമിഷം ഈ 18 സീറ്റും ഉൾപ്പെടെയുള്ള ബംഗാളിലെയും ത്രിപുരയിലെയും എല്ലാം കൂടെ സീറ്റുകൾ ചേർത്ത് ഈ വില പേശി കോൺഗ്രസിനോട് ഈ സർക്കാരിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി. ആ കോമൺ മിനിമം ഇവരിപ്പോൾ പറയുമല്ലോ, പണ്ട് പിന്നെ കോൺഗ്രസ്സുകാരെ ആക്ഷേപിക്കുന്നത് പോലെ VP സിംഗ് ഗവൺമെൻറ്റിനെ പിന്തുണച്ച് LK അദ്വാനിയും EMSഉം ഒരുപോലെ പിന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അത്താഴ വിരുന്നിന് എല്ലാ വ്യാഴാഴ്ചയും പോയിരുന്ന കഥയൊക്കെ പറയും. അതുപോലെ ഇവിടെയും ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ ഇടതുപക്ഷ നേതാക്കൾ കൃത്യമായിട്ട് സോണിയ ഒരുക്കിയിരുന്ന വിരുന്നിൽ കൃത്യമായി പങ്കെടുത്തിരുന്നു. അവിടുന്ന് കിട്ടാവുന്ന പാരിതോഷികങ്ങളെല്ലാം വാങ്ങിച്ചു, അവിടുന്ന് കിട്ടാവുന്ന നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കി. എന്നിട്ട് അവസാന നിമിഷം പിന്തുണ പിൻവലിച്ചു ആണവ കരാറിൻ്റെ പേരിൽ. എന്നാൽ ജനങ്ങളെ നേരിടാൻ പോകുമ്പം എന്തെങ്കിലും പറയണമല്ലോ. നിങ്ങളിപ്പോഴും കോൺഗ്രസിൻ്റെ കൂടെയല്ലേ? കഴിഞ്ഞ തവണ കോൺഗ്രസിനെതിരായിട്ടല്ലേ ഞങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചത് എന്ന് ജനം ചോദിക്കുമല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചെപ്പടി വിദ്യ കാണിച്ചു. പക്ഷേ ജനങ്ങൾ മണ്ടന്മാരല്ല, പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ. അവർ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിനെ പാഠം പഠിപ്പിച്ച് കൈ കൊടുത്തു 4 സീറ്റിലും. അതിൽ നിന്ന് ഇതുവരെ പിന്നെ ലോക്സഭയിലേക്ക് ഈ ഇടതുപക്ഷത്തിന് കേരളത്തിൽ തലപൊക്കാൻ സാധിച്ചില്ലല്ലോ. നിയമസഭയിലൊക്കെ അവർ വിജയിച്ചു, ഭരിക്കുന്നുണ്ടൊക്കെ സമ്മതിച്ചു. പക്ഷേ എന്തുകൊണ്ട് ലോക്സഭയിൽ അവർക്ക് തലപൊക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അവരെ ലോക്സഭയിൽ ഇത്രയും പിന്നാക്കം പോകുന്നു? വലിയ തോതിൽ അവർ കാലിടറുന്നു. അവർക്ക് അതിൻ്റെ കാരണം 2004 ചെയ്ത ചതിയാണ്, ജനങ്ങളെ ചതിച്ചതാണ്. ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി, കോൺഗ്രസുമായിട്ട് വിലപേശി ധാരണയുണ്ടാക്കി, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം അന്ന് ഈ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ നേതൃത്വത്തിൽ, കാർമ്മികത്വത്തിൽ ഈ LDF അല്ലെങ്കിൽ CPM ഡൽഹിയിൽ ഉണ്ടാക്കി.
അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഇന്നും ലോക്സഭയിൽ ഈ തിരിച്ചടി കിട്ടുന്നത്. എന്നിട്ടും അവർ പഠിക്കുന്നില്ല. അവിടെ ചെന്ന് ഈ പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാക്കാനും അതിലെ സമയം കളയാനും ചർച്ചകൾ നടക്കുന്നതിന് പകരം ഒരുപാട് ബില്ലുകളുണ്ട്. ആ ബില്ലുകൾ ചർച്ച ചെയ്ത് അറ്റകുറ്റ തീർത്ത് ഒരു പ്രശ്നങ്ങളുമില്ലാതെ നല്ലൊരു നിയമമായിട്ട് അത് കൊണ്ടുവരണം. അതിന് വേണ്ടുന്ന സംവാദങ്ങളാണ് പാർലമെൻറ്റിൽ നടക്കേണ്ടത്. അതിന് വേണ്ടുന്ന ചർച്ചകളാണ് പാർലമെൻറ്റിൽ നടക്കേണ്ടത്. അതല്ല അവിടെ നടക്കുന്നത്. അനാവശ്യമായ കാര്യങ്ങളിൽ ബഹളം കൂട്ടി ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിച്ച് സഭയെ പ്രക്ഷുബ്ധമാക്കി സഭ സ്തംഭിപ്പിക്കുന്ന നടപടികളിലേക്കാണ് ഈ ബ്രിട്ടാസും റഹീമും രാധാകൃഷ്ണനും ഒക്കെ പോകുന്നത്. ഇടതുപക്ഷത്തിന് അംഗസംഖ്യ വളരെ കുറവാണ്. പക്ഷേ ഈ നഞ്ചെന്തിന് അധികം എന്ന് ചോദിക്കുന്നത് പോലെ ഇവർ മതി ആ സഭയെ സ്തംഭിപ്പിക്കാനും പ്രക്ഷുബ്ധമാക്കാനും അലങ്കോലമാക്കാനും. ഈ 4 അംഗം മതി എന്നുള്ളതാണ് സത്യം. അവർ അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. നോക്കൂ, ഈ ധൻഖറുമായി ബന്ധപ്പെട്ട രാജിയാണോ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ടത്? പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. കേരളത്തിൽ എത്ര പ്രശ്നം? അതെ, കേരളത്തിൻ്റെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നുമല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ ദൈനംദിന ആവശ്യങ്ങളെക്കുറിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് കേരളത്തെ എങ്ങനെ കരകയറ്റും? ഇതല്ല അവിടെ ജോൺ ബ്രിട്ടാസിന് വിഷയം. അദ്ദേഹത്തിന് വിഷയം ധൻഖറിൻ്റെ രാജിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ധൻഖർ എന്തിന് രാജിവെച്ചു എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അത് ധൻഖറോട് നേരിട്ട് ചോദിക്കുക. അദ്ദേഹം പറയുമെങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളുക. ഈ സഭയിൽ വന്ന് എന്തിനാണ് ലോക്സഭയും രാജ്യസഭയെയും ഇങ്ങനെ നാറ്റിക്കുന്നത്? എന്തിനാണ് ഈ സഭയെ ഇത്രയും പ്രക്ഷുബ്ധമാക്കുന്നത് എന്ന ചോദ്യത്തിന് ഇടതുപക്ഷത്തിന് ഒരു ഉത്തരവും പറയാനില്ല. അവർ വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്നൊക്കെ പിന്മാറും. എന്നിട്ട് വലിയ വർത്തമാനങ്ങളൊക്കെ പറയും. പിന്നെ പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ നിശബ്ദതയാണ്. സഭ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. പ്രധാനമന്ത്രി ട്രഷറി ബെഞ്ചിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും BJP അംഗങ്ങൾ എണീറ്റ് അദ്ദേഹത്തിനോട് ആദരവ് പ്രകടിപ്പിക്കും. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പിണറായി വിജയൻ വരുമ്പോൾ മാത്രമേ ഞാൻ എണീക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ലോക്സഭയിൽ നടക്കില്ല. അവിടെ എഴുന്നേൽക്കേണ്ടി വരില്ല. കാരണം പിണറായി വിജയനോ CPM-ൻ്റെ ഒരു സമുന്നതനായ നേതാവോ അങ്ങനെ ഇനി ലോക്സഭയിലേക്ക് ജയിച്ച് കയറുന്ന ഒരു കാലം ഇനി ഉണ്ടാകില്ല എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതുകൊണ്ട് ബ്രിട്ടാസെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ പറയുന്നത് പോലെ സഭ സ്തംഭിപ്പിക്കാതെ, സഭ അലങ്കോലമാക്കാതെ, ഈ നമ്മൾ കണ്ടതാണ് ഇവിടെ ശിവൻകുട്ടിയൊക്കെ നിയമസഭയിൽ എന്താണ് കാട്ടിക്കൂട്ടിയത്, EP ജയരാജൻ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ്. അന്ന് ആ മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെ തടയാൻ സർവ്വസന്നാഹങ്ങളും എടുത്ത് സഭയിൽ അക്രമം അഴിച്ചുവിട്ടവരാണ് ഈ ലോക്സഭയിൽ. അത്തരമൊരു നേതാവായിരുന്നു ഇടക്കാലത്ത് നാം കണ്ടിരുന്നു രമ്യ ഹരിദാസ്. ഇത്തരം പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ ചെയ്യും പലതവണ സസ്പെൻഡ് ചെയ്തു. ജനങ്ങൾ സസ്പെൻഡ് ചെയ്തു. അതാണ് ഈ കഴിവ് കൂടിപ്പോയാലും കുഴപ്പമാണെന്ന് പണ്ടുള്ളവർ പറയും. അനാവശ്യമായി ഈ സഭയെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രവൃത്തി അംഗങ്ങൾ ചെയ്യരുത്. തങ്ങൾ ജനപ്രതിനിധികളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ ഒക്കെ നിയോഗിക്കപ്പെട്ടവരാണ് തങ്ങൾ എന്ന തിരിച്ചറിവോടെ വേണം ഈ ഓരോ ജനപ്രതിനിധിയും പ്രവർത്തിക്കാൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ രാജ്യസഭയിലേക്ക് ഓടിളക്കി വന്ന ആൾക്കാർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. കാരണം അധ്വാനിക്കാതെ കിട്ടിയ ഒരു പദവിയല്ലേ. ചിലരുടെയൊക്കെ താല്പര്യങ്ങൾ വിമർശിക്കുന്നത് സുരേഷ് ഗോപി. അതെ. എന്നിട്ട് വിമർശിക്കുന്നത് ജനങ്ങൾക്ക് തെറ്റുപറ്റി. ഇങ്ങനെ തൃശ്ശൂരുകാരെ ഇങ്ങനെ അപമാനിക്കുന്നു. അതെ, ബ്രിട്ടാസിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. കാരണം അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വരില്ല. ജനങ്ങളുടെ മുന്നിൽ വന്ന് ജനങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി MP ആയ ആളല്ല അദ്ദേഹം. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമാക്കാതെ, അലങ്കോലമാക്കാതെ സംവാദാത്മകമായ ചർച്ചകൾക്ക് ഇടതുപക്ഷം തയ്യാറാകണം എന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.